ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു യൂണിലെറ്റ്സ് ക്രിയേഷൻസ്. ഞാൻ ഇന്ന് കുറച്ച് മെറ്റൽ വയേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം 45 സെൻറ്റിമീറ്റർ നീളമുള്ളതാണ്. അതിനെ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൽ നമ്മൾക്ക് ഇന്നൊരു ബോൺസായി വയർ ട്രീ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു റെയിൻ ഡ്രോപ്പ് ക്രിസ്റ്റൽ ബീഡ്സാണ് ആഡ് ചെയ്യുന്നത്. അത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 5 ട്വിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വൈറ്റ് ക്രിസ്റ്റൽ ബീഡ് എടുക്കുന്നു, അതും അതുപോലെ ചേർത്ത് കൊടുക്കുന്നു. അങ്ങനെ ഞാനൊരു 6 ക്രിസ്റ്റൽ ബീഡ് ഒരു സ്ട്രിങ്ങിൽ ഞാനത് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് എൻ്റെ ചാനലിൽ വേറെയും കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. ഇഷ്ടമായിട്ടുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം കിട്ടത്തുള്ളൂ. ഇത് കണ്ടോ, ഫസ്റ്റ് നമ്മൾ ഈ റെയിൻ ഡ്രോപ്പ് ബീഡ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വൈറ്റ് ക്രിസ്റ്റൽ ബീഡ്സ് ഓരോന്നായിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നമ്മളൊരു കുറച്ച് ഗ്യാപ്പ് ഇടണം. അങ്ങനെ നമ്മൾ ഓരോ സ്ട്രിങ്ങും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് ഞാൻ 2 ലീഫ് ബീഡ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ലീഫ് ബീഡ്സ് അല്ലെങ്കിൽ പെറ്റൽ ബീഡ്സ് 2 യൂസ് ചെയ്യാം. അത് ഞാൻ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രിങ് റെഡിയാവും. അങ്ങനെ ഇവിടെ ഞാൻ കുറേ സ്ട്രിങ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഓരോ സ്ട്രിങ്ങും കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അതിൽ 3 എടുക്കുക, അത് ഒരുമിച്ച് ട്വിസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് 3 ഉള്ള വേറൊരു പെയർ എടുക്കുക, അത് ഇതുമായി ട്വിസ്റ്റ് ചെയ്യുക. അപ്പം നമുക്കൊരു ട്രീ പോലെ ചെയ്തെടുക്കണം. അതിൻ്റെ ട്രീയുടെ ബ്രാഞ്ചസ് ഉണ്ടാവാനാണ് അതങ്ങനെ ചെയ്യുന്നത്. ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. ഇങ്ങനെ നമ്മൾ ബ്രാഞ്ചസ് ഉണ്ടാക്കിയെടുത്തിട്ട് അതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ട്രീയുടെ സ്റ്റെം കിട്ടും. ഇനി നമ്മൾ നമ്മുടെ ഷേപ്പും നമ്മുടെ ഐഡിയാസും അനുസരിച്ച് ട്രീയുടെ ഇതുപോലെയുള്ള ബ്രാഞ്ചസ് എടുത്ത് ആ മെയിൻ ബ്രാഞ്ചിൽ നമ്മൾ അതിൽ യോജിപ്പിച്ച് കൊടുക്കുക. അതുപോലെ ട്വിസ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പം നമ്മുടെ ട്രീ ഇവിടെ ഏകദേശം ശരിയായി കഴിഞ്ഞു. ഇതെന്ത് ട്രീ ആണെന്ന് ചോദിക്കരുത്, കാണാൻ രസമില്ലേ. ഇനി നമ്മൾ അതിൻ്റെ റൂട്ട്സ് ശരിയാക്കി എടുക്കുക. അതൊന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മളിതിനെയും ഒരു ഗ്ലാസ് ബൗളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഷോർട്ട് ഗ്ലാസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്യാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുക്കുന്നു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈ ഷോർട്ട് ഗ്ലാസ്സിൽ മിക്സ് ചെയ്ത് അതിൽ നമുക്ക് ഈ ട്രീനെ നിർത്താം. ഇതുപോലെ നിർത്താം. അപ്പം ഞാൻ നിർത്തിയതിന് ശേഷമുള്ള ഫോട്ടോ കാണിക്കാം. ഓക്കെ, ഞാനിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതൊരു 5 to 10 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫിക്സ് ആവും. പിന്നെ അത് ഡ്രൈ ചെയ്യാൻ ടൈം എടുക്കും. അപ്പോൾ ഞാനിതിൻ്റെ ബ്രാഞ്ചസൊക്കെ ഒന്ന് ജസ്റ്റ് താഴ്ത്തി അറേഞ്ച് ചെയ്യുവാണേ. ഒരു അംബ്രല്ല മോഡലിലാണ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിന് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഒരു LED ലൈറ്റ് കൂടെ വയ്ക്കാമെന്ന്. ഇതും ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് കിട്ടും.
ഇത് ഒരു 40 റുപ്പീസാണ് ഇതിൻ്റെ വില. അങ്ങനെ ഞാനത് ഫിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ താഴെ ആ റൂട്ട് കാണാതിരിക്കാൻ കുറച്ച് ബീഡ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ ട്രീ റെഡിയായി. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള ട്രീ ഒക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ. ഇത് നല്ലൊരു ഷോ പീസാണ്. ഇതിഷ്ടമായെങ്കിൽ അതൊന്ന് പറയണേ. അപ്പം ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.